ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മുടി നരയ്ക്കുന്നത് എന്നത് പ്രായമാകുന്ന ഒരു ലക്ഷണമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. എന്നാൽ ചെറിയ കുട്ടികളിൽ വരെ ഇപ്പോൾ നര കാണാറുണ്ട്. ഭക്ഷണ രീതി കൊണ്ട് മാനസിക സമ്മർദ്ദം, പാരമ്പര്യം, ഹോർമോൺ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം അകാല നരയ്ക്ക് കാരണമാകുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നര കാണുമ്പോൾ തന്നെ നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മുടി കറുത്ത് കിട്ടും. പക്ഷെ അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുടി പൊട്ടിപ്പോവാനും അലർജിക് പ്രോബ്ലങ്ങളൊക്കെ വരാനും സാധ്യത കൂടുതലാണ്. എന്നാൽ കെമിക്കൽ ഒന്നും ഇല്ലാത്ത നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഡൈ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡി കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. 100% റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഡോക്ടർ വിവേക് ജോഷി പറഞ്ഞിട്ടുള്ള നല്ലൊരു കിടിലൻ ഒറ്റമൂലിയാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബദാം ഗമ്മാണ്. ബദാം പിസിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ബദാം മരത്തിൽ നിന്ന് വരുന്ന ഒരു കറയാണ് കേട്ടോ ഇതുപോലെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ നമുക്ക് ചെറിയ വിലയിൽ തന്നെ കിട്ടുന്നതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും പണ്ട് കാലം മുതൽ തന്നെ യൂസ് ചെയ്ത് വരുന്ന നല്ലൊരു അത്ഭുത മരുന്ന് കൂടിയാണ് കേട്ടോ ഈ ആൽമണ്ട് ഗമ്മ് ഈ രൂപത്തിലും അല്ലെങ്കിൽ പൊടിയായിട്ട് നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാണുള്ളത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലത്തെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഞാനിത് വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ചത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ വെള്ളം എടുക്കുക. അതുപോലെ തന്നെ എത്രയൊന്നും വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇത് രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് 1 2 മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒരു ഓവർനൈറ്റ് വെച്ച് കൊടുത്തപ്പോൾ രാവിലെ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് മുമ്പ് നോക്കുമ്പോൾ ഒന്ന് ഡ്രൈ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് അധികം തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ ബദാം ഗം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്രയും അധികം നമുക്ക് പെരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എടുത്താൽ മതിയാവും. ഇത് നമ്മളുടെ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂ ഉള്ളവർ, വയറ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ഉള്ളവരൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചു വരികയാണെങ്കിൽ അതിൽ നല്ലൊരു വ്യത്യാസം തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, പുരുഷന്മാർക്കും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നൽകുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ആൽമണ്ട് ഗം ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഹെയർ ഡൈയും ഹെയർ പാക്കും ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ പാക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ ഞാൻ ഫ്ലാക്സ് സീഡ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്ലാക്സീഡിൽ ധാരാളമായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മുടി സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് വെക്കാനും അതുപോലെ തന്നെ ഉള്ളോടുകൂടെ നല്ല വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. നമ്മളിതിൽ ചേർത്ത് കൊടുത്തുള്ള കോൺഫ്ലവർ മുടിക്ക് നല്ല സിൽക്കിനെസ് കിട്ടാനും അതുപോലെ തന്നെ ഹെയർ നല്ല സ്ട്രൈറ്റ് ആയിട്ട് വരാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ഗ്ലാസ് വെള്ളം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഫ്ലാക്സ് സീഡ് തിളച്ച് വരുന്ന സമയത്ത് ഒരു ജെല്ലി ടൈപ്പിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതിൽ നമ്മൾ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തു കാരണം പെട്ടെന്ന് അതൊരു കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരു 10-15 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളത് തിളപ്പിച്ചെടുക്കരുത്. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള കോൺഫ്ലവറൊക്കെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുന്ന സമയത്ത് ഇത് ചെറുതായിട്ട് കട്ടിയാവുന്നത് പോലെ നമുക്ക് തോന്നും. ആ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ജെല്ലി രൂപത്തിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് തണുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് അരിച്ചെടുക്കണം. നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് വല്ലാണ്ട് അങ്ങ് കട്ടിയായി പോകും. പിന്നെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും. അപ്പം ഞാൻ കുറച്ച് സമയം കൂടെ ഒന്ന് വെച്ച് തിളപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇപ്പം നന്നായിട്ട് നമുക്കൊരു ജെല്ലി രൂപത്തിലായിട്ട് മാറുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. കുറച്ചും കൂടെ സമയം നമ്മൾ വെച്ച് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇത് നല്ല കട്ടിയായിട്ട് മാറും. അപ്പോൾ അടുപ്പ് ഓഫ് ചെയ്ത ആ നിമിഷം തന്നെ ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കട്ടിയായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ചൂടോട് കൂടെ തന്നെ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ അരിപ്പ് വെച്ചിട്ടാണ് ചൂടോട് കൂടെ തന്നെ അരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ. അപ്പോൾ ഇത്രയും ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബദാം ഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് കട്ടിയാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. എന്നാലും നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ജെല്ല് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. കുറേ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കരുത്. നമ്മൾ പേസ്റ്റ് മാത്രം ഉപയോഗിച്ചിട്ട് അരച്ചെടുത്താൽ മതിയാവും. ഇനി ഞാൻ ആവശ്യത്തിനുള്ളതൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കിടിലൻ ഹെയർ പാക്കാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. നന്നായിട്ട് തലയൊക്കെ ചീവിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹെയർ പാക്ക് സ്കാൽപ്പിലും അതുപോലെ തന്നെ നമ്മളുടെ മുടിയുടെ അറ്റം വരെ നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം. നിങ്ങളുടെ തലയിൽ ഓൾറെഡി എണ്ണ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ഈ ഹെയർ മാസ്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. മുടിയുടെ അറ്റം വരെയും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലായിടത്തും തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ കഴുകിക്കളയാം. കഴുകുന്ന സമയത്ത് മൈൽഡായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നല്ല കേളി ഹെയറൊക്കെ ഉള്ളവർ ഈ രീതിയിലുള്ള മാസ്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മുടിയൊക്കെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അത് നമ്മളുടെ ഈ പാക്കിൽ ചേർത്ത് കൊടുത്തുള്ള കോൺഫ്ലവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേറ്റ് ആവുകയും വേരുകളിൽ നിന്നും പുതിയ മുടി ഉണ്ടാവാനും അതുപോലെ തന്നെ സ്കാൽപ്പ് നല്ല സ്ട്രെങ്തൻ ആവാനും സഹായിക്കുന്നതാണ്. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ബദാം ഗമ്മ് നല്ല കൂളിംഗ് എഫക്റ്റ് തരുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ തലയോട്ടി നമ്മളുടെ ബോഡിയൊക്കെ നല്ല ചൂട് വരുന്ന സമയത്ത് നര വരാനും മുടി പൊഴിഞ്ഞു പോകാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലുള്ള മാസ്ക് ഒക്കെ ട്രൈ ചെയ്ത് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് തന്നെയാണ്. സൈനസ് ഇഷ്യൂ ഉള്ളവർ അതുപോലെ തന്നെ നീരിറക്കത്തിൻ്റെ പ്രോബ്ലം ഉള്ളവരൊക്കെ ഈ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം കഴുകിക്കളയുക. 20 മിനിറ്റൊക്കെ വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് നല്ല കൂളിംഗ് എഫക്റ്റ് ഉള്ളതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പം ഞാൻ എല്ലായിടത്തും തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴുകി കളയുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തതായിട്ട് ബദാം ഗം ഉപയോഗിച്ച് എങ്ങനെ ഡൈ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്ലാക്സ് സീഡ് ഒന്ന് നേരത്തെ തിളപ്പിച്ചെടുത്തതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ ഇട്ടിട്ടില്ല കേട്ടോ ഇതിൽ. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ബദാം ഗം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ. നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമല്ല. കഞ്ഞിവെള്ളം നമ്മളുടെ മുടി കരുത്തോടുകൂടെ ഉള്ളോടുകൂടെയൊക്കെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ കഞ്ഞിവെള്ളം തന്നെ എടുക്കുക. ഇനി എങ്ങനെ ഡൈ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുള്ള ഒരു ചട്ടി തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കടുക്ക പൗഡറാണ് കേട്ടോ. ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഉപയോഗങ്ങളും എങ്ങനെയൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ചട്ടിയിലേക്ക് ഒരു 2 വലിയ ടേബിൾ സ്പൂൺ കടുക്ക പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ അളവിൽ തന്നെ നെല്ലിക്ക പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള കടുക്ക പൗഡർ ആയാലും നെല്ലിക്ക പൗഡർ ആയാലും നമ്മുടെ മുടി ഉള്ളോടുകൂടിയും നല്ല കരുത്തോടു കൂടിയും വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. കടുക്ക പൗഡർ നമ്മളെ മുടിയുടെ ആരോഗ്യത്തിന് മാത്രമല്ല നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനും പറ്റുന്നതാണ് കേട്ടോ. ഇനി ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല പേസ്റ്റ്, അത് ഒഴിച്ചു കൊടുത്തിട്ടാണ് മിക്സാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് കട്ടൻ ചായ തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷെ നല്ല റിസൾട്ട് കിട്ടുന്നത് നമുക്ക് ഈ ബദാം ഗമ്മ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ. നമ്മളിതിൽ എന്തിനാണ് കടുക്ക പൗഡർ ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ബദാം ഗമ്മ് നല്ല കൂളിംഗ് എഫക്റ്റ് തരുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഡൈ ട്രൈ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ സൈനസ് പ്രോബ്ലം അതുപോലെ തന്നെ നീരിറക്കത്തിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊന്നും ഈ ഡൈ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ബദാം ഗമ്മ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കടുക്ക പൗഡർ യൂസ് ചെയ്തിട്ടുള്ളത്. കടുക്ക പൗഡർ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ബദാം ഗമ്മിൻ്റെ തണുപ്പും കടുക്ക പൗഡറിൻ്റെ ചൂടും കൂടെ ചേരുന്ന സമയത്ത് അത് ബാലൻസ് ആയിട്ട് പോകും. അപ്പോൾ അതിന്
വേണ്ടിയിട്ടാണ് ഞാനിവിടെ കടുക്ക പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൈ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഓവർനൈറ്റ് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ സൈഡൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല കറുപ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഓവർനൈറ്റ് വെക്കുന്ന സമയത്ത് നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഡൈ ഉണ്ടാക്കി എടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ തലയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ താളിയോ ഹെർബൽ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ലൊരു കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല തുരുമ്പുള്ള ചട്ടി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, നല്ലതായിട്ട് നമുക്ക് ബ്ലാക്ക് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ആൽമണ്ട് ഗം ഉപയോഗിച്ച് ഡൈ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. തലയ്ക്കും നല്ലൊരു സുഖമായിരിക്കും കേട്ടോ ഈ ഡൈ യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഉള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് നമ്മളുടെ ഡൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതെങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യാമെന്നും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നരയുള്ള മുടിയിൽ ഞാനിവിടെ നിന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഈവനായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാം. പെട്ടെന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഷവർ ക്യാപ്പോ അല്ലെങ്കിൽ കവറോ ഉപയോഗിച്ച് നമുക്ക് തല കവർ ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് കൈ വെച്ചിട്ട് വേണമെങ്കിലും ഇത് തലയിൽ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ബ്രഷ് വെച്ചിട്ട് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലായിടത്തും ആയി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഡൈ ഉണ്ടാക്കിയതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.